ഡൽഹിയിലെ BJP ഓഫീസാണ് നിങ്ങൾ ഈ കാണുന്നത്. കാലത്തെ ശോകമുഖമായി കിടന്ന ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ നിന്ന് പ്രതീക്ഷിച്ച് ഇന്നലത്തെ എക്സിറ്റ് പോളുകൾ ഫലമുണ്ടെങ്കിൽ ആരും പ്രവർത്തകരാരും ഈ BJPയുടെ സ്റ്റേറ്റ് നാഷണൽ ഓഫീസിലേക്ക് എത്തിച്ചേർന്നില്ല. പക്ഷേ ഉച്ചയോടുകൂടി ഫലപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ പ്രവർത്തകരെല്ലാം എത്തിച്ചേർന്ന് ഇവിടെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. ഇവിടെ ഇപ്പോഴത്തെ ആഘോഷങ്ങളിൽ തുടക്കങ്ങൾ നടന്ന് ഇവിടെ സെക്യൂരിറ്റികളെല്ലാം വന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഈ കാണുന്നത് ആണ് ശോകമൂകമായിട്ട് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ മുൻവശമാണ്. വളരെയധികം വിഷമമുണ്ട്. അവിടെ ഈ ഓഫീസിൻ്റെ മുമ്പിൽ കച്ചവടത്തിനിരിക്കുന്ന ഡൽഹി നിവാസികളാണ്. അവർ വളരെയധികം ഷാളും ഇന്നത്തെ ആഘോഷ പരിപാടികൾക്ക് വേണ്ടിയെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് വിജയമുണ്ടാകുകയാണെങ്കിൽ വളരെയധികം കച്ചവടമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത്. അവരാകെ നിരാശ. ഒരു പ്രവർത്തകർ പോയിട്ട് ആരും തന്നെ അവിടെ എത്തില്ല. മീഡിയക്കാർ മാത്രം വാഹനങ്ങളുമായിട്ട് പ്രത്യേക എന്തെങ്കിലും അഭിപ്രായങ്ങളും വാർത്തകളും ശേഖരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഒരാളും അനക്കമില്ലാതെ ഇരിക്കുന്ന കാഴ്ചയാണ്. AICC ശോകമുഖമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരം കാഴ്ചകൾ കണ്ട് നമ്മുടെ നാട്ടിൽ ആവേശഭരിതമായ കോൺഗ്രസ് പ്രവർത്തകർക്കോ കോൺഗ്രസ്സുകാർക്കോ ഹൃദ്രോഗമുള്ളവരാരും അത് കണ്ട് മനസ്സിന് വിഷമം ഉണ്ടാകാതിരിക്കട്ടെ. അത്തരം കാഴ്ച ആദ്യമേ പോസ്റ്റൽ ബാലറ്റ് എണ്ണിയ സമയത്ത് ഭൂരിഭാഗം 60-70 സീറ്റോളം കോൺഗ്രസ്സുകാർ നേടിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പൊട്ടിത്തെറിച്ച് ആഘോഷം നടത്തുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അതിനുശേഷമുള്ള കാഴ്ചകൾ. നമസ്കാരം. ഇത് കോൺഗ്രസിൻ്റെ AICC ഇവിടെ ഓഫീസിൻ്റെ മുമ്പിലാണ്. എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഞാനും ഇവിടെ കച്ചവടം ചെയ്യുന്ന കുറച്ച് പേരേ ഉള്ളൂ. അവരുടെ കാര്യമാണ് കഷ്ടമായത്. നമസ്കാരം. രാജ്യത്ത് 19 വർഷം അനിഷേധ്യമായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ AICC ആസ്ഥാനത്താണുള്ളത്. ഇന്ന് ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2ാം റൗണ്ട് 3ാം റൗണ്ടിലേക്ക് കടന്നപ്പോഴുള്ള റിസൾട്ടിന് ശേഷമുള്ള മൂകമായ അന്തരീക്ഷമാണ് ഇവിടെ. മീഡിയക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. മറ്റ് പാർട്ടിക്കാരും പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടില്ല. വളരെ വിഷമകരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ. ശക്തി ഉണ്ടെങ്കിൽ കാണുക. നാട്ടിലുള്ളവർക്കും മറ്റുള്ളവർക്കുമൊക്കെ കണ്ട് മറ്റ് അറ്റാക്ക് വല്ലതും വന്നാൽ നമ്മളതിന് ഉത്തരവാദിയായിരിക്കില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. വളരെ പ്രതീക്ഷയോടെ ഇരുന്നതാണ്. പക്ഷേ ജനവിധി വളരെ പരിതാപകരമായി കണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. AICCയിൽ മാധ്യമപ്പട മാത്രമേ ഉള്ളൂ. പ്രവർത്തകരും ആരും ഇവിടെ എത്തിച്ചേർന്നില്ല. എല്ലാവരും അവിടെ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ല. മറ്റേത് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ടർമാർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന കാഴ്ചകൾ കാണാമായിരുന്നു. ഇപ്പോൾ അത്തരമൊന്നുമില്ല. എല്ലാ റിപ്പോർട്ടർമാരും അവരുടെ ആവേശമുള്ള റിപ്പോർട്ടർമാരും ആവേശമില്ലാത്തവരും ഉണ്ട്. കേരളത്തിൽ കാലത്തെ പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ സർക്കാരിൽ ജോലിക്കാരാണല്ലോ പോസ്റ്റൽ വോട്ട് കൊടുക്കുന്നത്. ആ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ അടുത്ത സർക്കാരിന് അനുകൂലമായിട്ട് കോൺഗ്രസ് സർക്കാർ വരാൻ വേണ്ടി അഴിമതി നടത്താൻ വയ്യാതെ ബുദ്ധിമുട്ടുന്ന അവിടുത്തെ സർക്കാർ ജീവനക്കാർ ചെയ്ത വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 70ഓളം സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യാൻ വന്നത്. നമ്മുടെ സംസ്ഥാനത്തൊക്കെ പോസ്റ്റൽ വോട്ട് ചെയ്യുമ്പോൾ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിക്കായിരിക്കും കൂടുതൽ ലീഡ് നില വരുന്നത്. പക്ഷേ അവിടെ ഭരണം സർക്കാരിൽ അഴിമതി കാണിക്കാൻ പറ്റാത്ത വലിയൊരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്ത പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിയത്. ആ വോട്ടെണ്ണലിലാണ് 70ഓളം സീറ്റ് 80ഓളം സീറ്റിൽ ലീഡ് കോൺഗ്രസ് വന്നപ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തകരെല്ലാം ചാട്ടം നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആ AICയുടെ ഓഫീസിൻ്റെ മുമ്പിൽ കച്ചവടം ചെയ്യുന്നവർക്ക് ഇതാണ് ഇവിടുത്തെ സ്ഥിതി. AICCയുടെ മുമ്പിൽ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ മുൻപിലിരിക്കുന്ന കച്ചവടക്കാരാണ്. അപ്പോൾ മറ്റ് സാധാരണക്കാരായ അറ്റാക്ക് വരാത്ത കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയാണ്. അതിൻ്റെ മുമ്പിലിരിക്കുന്ന കച്ചവടക്കാരിൽ ഇവരുടെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുള്ള എല്ലാ നേതാക്കന്മാരുടെ നമ്പരും ഇമെയിൽ ID യും അഡ്രസ്സും എല്ലാം ഉള്ള ബുക്ക് ഇരിപ്പുണ്ട്.
നമ്മൾ ഏതാൾ ചെന്നാലും അത് 100 രൂപയാണ് വില. ആ ബുക്ക് മേടിച്ചാൽ ഇവരെ കോൺഗ്രസിൻ്റെ ഏത് തലമുതിർന്ന കോൺഗ്രസ് കമ്മിറ്റിയുടെ ആൾക്കാരുടെയും നമ്പരോ ഇമെയിലോ അഡ്രസ്സോ ഏത് സ്റ്റേറ്റിലെ ആളെ വേണമെങ്കിലും അവരെ രേഖകളടങ്ങിയ ഒരു പുസ്തകം ഇതിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഡൽഹിയിൽ ഒരാൾ ട്രെയിൻ പിടിച്ച് വന്നാൽ അവർക്ക് ഇത് വാങ്ങിക്കൊണ്ട് പോകാം. ആരുടെയും കാല് താങ്ങണ്ട, നേരിട്ട് ആ പാർട്ടിയെ ബന്ധപ്പെടാം. നമ്മുടെ BJPയുടെ ആസ്ഥാനത്ത് വന്ന് ചോദിച്ചാൽ അതെല്ലാം ഇൻ്റർനെറ്റിൽ ഉണ്ടെന്നേ പറയത്തുള്ളൂ, ആരെങ്കിലും നമ്മുടെ അഡ്രസ്സ് ചോദിച്ചാൽ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും കോൺഗ്രസ്സുകാർക്കുള്ള വിഷമങ്ങൾ മാറട്ടെ. നന്ദി, നമസ്കാരം.